ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ആ കുഞ്ഞ് വീടിന് പുറത്തേക്ക് വന്ന് സുഹൃത്തുക്കളെ തേടുന്നതും പുതിയ ആളുകളെ പരിചയപ്പെടുന്നതും എല്ലാം അംഗനവാടിയിലാണ്. നമുക്കറിയാം, അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഒരമ്മ ഗർഭിണിയാവുന്ന സമയം മുതൽ അമ്മയ്ക്ക് ആവശ്യമായ പോഷകാഹാരം കൊടുക്കുന്നതിലും പ്രസവത്തോടനുബന്ധിച്ചുള്ള ഉപദേശങ്ങൾ നൽകുന്നതിനും പ്രസവത്തിന് ശേഷം അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായ പോഷകാഹാരവും മരുന്നുകളും ഒക്കെ നൽകുന്ന അംഗൻവാടി. അത് കഴിഞ്ഞ് കുഞ്ഞൊന്ന് വളർന്നു കഴിഞ്ഞാൽ വീട്ടിന് പുറത്തേക്ക് ആദ്യം കുഞ്ഞു പോകുന്ന അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും അല്ലാതെ പുറത്തു നിന്ന് ഒരാളെ പരിചയപ്പെടുന്നതും ആദ്യത്തെ സൗഹൃദം തുടങ്ങുന്നതും അംഗനവാടികളിലാണ്. അത്തരത്തിലുള്ള അംഗനവാടികൾ പലയിടത്തും വളരെ ക്ഷയിച്ച അവസ്ഥയിലാണ്. നമുക്കറിയാം, പത്തനാറ് നിയമനത്തിൽ അഭിമാനത്തോടെ പറയാം, ഇനി ഓടിട്ടതോ ഷീറ്റിട്ടതോ ആയ അംഗൻവാടികളില്ല. ഒരെണ്ണം എലിക്കാട്ടൂരിൽ അവശേഷിക്കുന്നതായി 2 ദിവസം അറിയിപ്പ് അവിടുത്തെ പുതിയ മെമ്പറിൽ നിന്നൊരു അറിയിപ്പ് കിട്ടി. അതൊഴിച്ചാൽ ബാക്കി ചോദിച്ച എല്ലാ മെമ്പർമാർക്കും രാഷ്ട്രീയത്തിന് അതീതമായി അവരുടെ ഒരു രാഷ്ട്രീയവും ഞാൻ നോക്കിയിട്ടില്ല. ഒരു പാർട്ടി ഒരു മെമ്പറുടെയും രാഷ്ട്രീയം നോക്കാറില്ല, നാട്ടുകാർക്ക് വേണ്ടിയാണ് നൽകുന്നത്. 44 അംഗൻവാടികൾ MLA ഫണ്ടിൽ മാത്രം നിർമ്മിച്ചിട്ടുണ്ട്. മുഴുവൻ MLA ഫണ്ടാണ്, അല്ലാതെ വെളിയിൽ നിന്ന് കിട്ടിയ ഫണ്ടില്ല. അംഗൻവാടി 44 എണ്ണം നിർമ്മിച്ചിരിക്കുന്നതും MLA ഫണ്ടിലാണ്.